അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സിസ്റ്റർ പ്രിൻസി മാത്യു ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവരുടെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ സാക്ഷി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സംഭവബഹുലമായ ഒരു ജീവിതയാത്രയുടെ ഒരു വിവരണമാണ് തുടർന്ന് നാം കേൾക്കാൻ പോകുന്നത്. കർത്താവിന്റെ ദാസി സിസ്റ്റർ പ്രിൻസി മാത്യുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും വേഗം വരുവാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് പ്രിൻസി മാത്യു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പ്രദേശത്ത് താമസിക്കുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, അമ്മ, ആങ്ങളമാർ 2 പേര്, അവരുടെ ഭാര്യമാർ, കുട്ടികൾ, എൻ്റെ 2 മക്കൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ ബാല്യകാല ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് ഇരിട്ടിയിലാണെങ്കിലും എൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലം എന്ന സ്ഥലത്ത് പൂളപ്പാറ എന്ന സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ എൻ്റെ പഠനം പൂളപ്പാറ സ്കൂളിലായിരുന്നു, പൂതമ്പാറ സ്കൂളിൽ. അതിനുശേഷം ഞാൻ പിന്നെ 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ചാത്തൻകോട്ടുനട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എനിക്ക് മാറേണ്ടി വന്നു. അവിടെയായിരുന്നു എൻ്റെ ജീവിതം. പിന്നെ എൻ്റെ പപ്പ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. പപ്പ മാത്യു, അമ്മ ലില്ലി. അമ്മ വീട്ടുജോലിയായിട്ട് ഇരിക്കുന്നു. പിന്നെ 2 ബ്രദർമാർ, വിനു, ബിബിൻ. അവരാണ് 2 ബ്രദർമാരുള്ളത്. അവരിൽ 2 പേരും ചെങ്കലിൽ തൊഴിലാളികളാണ്. അവരുടെ വൈഫ് റോജി, മഞ്ജു, അവരുടെ കുട്ടികൾ ഒക്കെയുണ്ട്. അവരൊക്കെ വീട്ടിൽ തന്നെ. പിന്നെ എൻ്റെ മൂത്ത മോള് ക്രിസ്റ്റീന, അവൾ പഠിക്കുന്നു. +2 പരീക്ഷ എഴുതുന്നു. ചെറിയ മോൾക്ക് 4 വയസ്സ്, ഇവാന. ഇതാണ് എൻ്റെ ചെറിയ കുടുംബം. ഞാൻ കുട്ടിക്കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മാതാവിന് ഒരു അസുഖം വരികയും അത് പിന്നീട് അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസറാണെന്ന് അറിയാൻ ഇടയാകുകയും ചെയ്തു. അങ്ങനെ 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ഞാൻ അവിടെ ചാത്തൻകോട്ടുനട സ്കൂളിൽ പഠിച്ചു. ആ സമയത്താണ് അമ്മയ്ക്ക് ക്രിട്ടിക്കലാകുകയും അമ്മയുടെ വീട്ടുകാർ അമ്മേൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയും പിന്നീട് 7ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് പകുതിക്ക് വെച്ച് എൻ്റെ വിദ്യാഭ്യാസം അവിടെ അവസാനിച്ചു. അതിനുശേഷം വീണ്ടും എന്നെ 7ാം ക്ലാസ്സിൽ കണ്ണൂർ ജില്ലയിലെ പെരിങ്കിരി സ്കൂളിൽ കൊണ്ട് ചേർക്കുകയും അവിടെ 7ാം ക്ലാസ്സിൽ പഠിച്ചു. 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയും ക്ലിയന്തറ സ്കൂളിൽ പഠിക്കാനും ഇടയായി. ആ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണെന്നറിയുകയും എൻ്റെ പഠനത്തിൽ പുറകോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു. അമ്മയ്ക്ക് 15 ദിവസം ഡോക്ടർമാർ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അമ്മയ്ക്ക് 15 ദിവസമാണ് കാലയളവ് പറഞ്ഞു. 15 ദിവസത്തിനുള്ളിൽ അമ്മ മരിച്ചു പോകും. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. അമ്മ 4ാമത്തെ സ്റ്റേജും കടന്നിരുന്നു. അപ്പം അമ്മ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, വെറും വെള്ളം മാത്രം കുടിച്ച് കഴിയുന്ന ഒരവസ്ഥയായി. ഞങ്ങളെ തിരിച്ചറിയാൻ മേലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ അമ്മ പോയി. നാട്ടുകാരെല്ലാം പിരിവെടുത്തു. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരു ഫാമിലിയിലെ ആണ് ഞാൻ ജീവിച്ചതും വളർന്നതും ജനിച്ചതും എല്ലാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. ആകപ്പാടെ 5 സെൻറ്റ് സ്ഥലവും വീടും അതായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള മുതൽക്കൂട്ട്. പപ്പ ടാപ്പിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ടാപ്പ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ മാത്രമേ ഞങ്ങൾക്ക് വരുമാനമായിട്ടുണ്ടായിരുന്നുള്ളൂ. നാട്ടുകാരെല്ലാം ഒരുപാട് പിരിവെടുത്തിട്ടാണ് ഞങ്ങളുടെ അമ്മയെ ചികിത്സിച്ചതും ഒക്കെ ചെയ്തത്. പക്ഷേ കൈവിട്ടു പോകും എന്ന് തോന്നിയ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയ്ക്കൊക്കെ വരുമായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമേ ഒരു മർത്തോമ സഭക്കാരായിരുന്നു. ഞങ്ങൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ വീണ്ടും ലാറ്റിൻ സഭയിലേക്ക് ചേരേണ്ടി വന്നു. ഇവിടെ വന്നപ്പോൾ അമ്മ പെട്ടെന്ന് മരിച്ചാൽ അമ്മേനെ അടക്കണമല്ലോ എന്നുള്ളൊരു വിചാരത്തിലാണ് സത്യത്തിലാണ് ഞങ്ങൾ ലാറ്റിൻ സഭയിലേക്ക് മാറേണ്ടി വന്നത്. കുറ്റ്യാടിയിൽ ആനക്കുളം ചർച്ചിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറിയെല്ലാം മേടിച്ച് ഞങ്ങളിവിടെ ഉളിക്കൽ ലാറ്റിൻ സഭയിൽ വന്നു. അപ്പോഴാണ് അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പം ജോസ് എന്ന് പറയുന്നൊരു സഹോദരൻ അവിടെ കടന്നു വരികയും
ദേവദാസിനോട് കടന്നു വരികയും അമ്മേനെ കോട്ടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമാവുകയും ചെയ്തു. അങ്ങനെ അമ്മേനെ കോട്ടയിൽ കൊണ്ടുവന്നു. അവിടുന്ന് അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ചെറിയ വിടുതലൊക്കെ ആയി. അങ്ങനെ അമ്മ വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നെങ്കിൽ അമ്മയ്ക്ക് പണികളൊന്നും എടുക്കത്തില്ല. അന്നേരം ആ ഒരു ഉത്തരവാദിത്തം മുഴുവൻ എൻ്റെ തലയിലായി. അങ്ങനെ എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. 10ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ പഠനം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം 1ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോടെ പോയിരുന്ന ഞാൻ പെട്ടെന്ന് എൻ്റെ പഠനം എൻ്റെ അമ്മേനെ പ്രതി ഞാൻ നിർത്തേണ്ടി വന്നു. അങ്ങനെ ആങ്ങളമാരുടെ കാര്യങ്ങൾ നോക്കണം, പപ്പയുടെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം. അമ്മ കിടന്ന കിടപ്പിൽ അങ്ങനെയായി. കുറച്ച് നാൾക്ക് ശേഷം അമ്മയ്ക്ക് ഒരു ചെറിയ സൗഖ്യമൊക്കെ ആയപ്പം എല്ലാവരും പറഞ്ഞു എനിക്ക് +2 +1 എഴുതിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊന്നും എനിക്ക് പറ്റാതെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പം നോക്കണ്ട, വീടിനെ പിടിച്ച് എവിടെയെങ്കിലും കെട്ടിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവൻ്റെ, ഞാൻ ലാറ്റിൻ പള്ളിയിലെ കൊയർ ടീമിലെ അംഗമായിരുന്നു. അങ്ങനെ കൊയറിൽ പാടാൻ പോകുന്ന സമയത്ത് അമ്മാവൻ്റെ ഒരു ആൻറ്റിയുടെ ഒരു ആങ്ങള വന്ന് ആ ആങ്ങളെ എന്നെ കാണുകയും എന്നെ എൻ്റെ വീട്ടുകാരോട് വിവാഹാലോചന നടത്തുകയും ചെയ്തു. അവരൊന്നും ചിന്തിക്കുകയും ചെയ്തില്ല, ആലോചിക്കുകയും ചെയ്തില്ല. അങ്ങനെ എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരവും അമ്മ മരിക്കുന്നതിന് മുപ്പുറം എന്നെ കെട്ടിച്ച് വിട്ടില്ല, എനിക്ക് ആരും ഇല്ല. അങ്ങനെ ഒരു ചിന്താഗതിയിൽ അമ്മയുടെയും പപ്പയുടെയും ഒക്കെ നിർബന്ധപ്രകാരം ഞാൻ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു. എന്നെ കറക്റ്റ് 18 വയസ്സായപ്പം എൻ്റെ വീട്ടുകാരെന്നെ പിടിച്ച് കെട്ടിച്ചു. 18 വയസ്സിൽ കെട്ടിച്ചുവെങ്കിലും അന്ന് എനിക്ക് ഒന്നിനെക്കുറിച്ചും വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തൊരു പ്രായം. ജീവിതത്തെക്കുറിച്ചൊരു മുൻകാഴ്ചപ്പാടുകളോ ഒന്നും എനിക്കില്ലായിരുന്നു. അവിടെ ചെന്ന് 1 വർഷമായപ്പോൾ അവർ ലാറ്റിൻ സഭയിൽ നിന്ന് എന്നെ RC സഭയിലേക്കാണ് കെട്ടിച്ചത്. എനിക്ക് സത്യത്തിൽ എനിക്ക് മാർത്തോമ്മ വിശ്വാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ ഈ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഒന്നും എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീട്ടുകാരെ ഭയന്നിട്ട് അതിനോട് യോജിച്ച് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പള്ളി പോവുകയും കുർബാന കാണുകയൊക്കെ ചെയ്യും. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പം ആണ് അറിയുന്നത് ഇദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയാണെന്ന് അവിടെ ചെന്നപ്പോൾ തൊട്ട് ഓരോരുത്തർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അന്നേ എൻ്റെ മനസ്സ് ചത്ത പോലെയായി. കാരണം എനിക്ക് മദ്യപാനികളെ ഭയങ്കര പേടിയായിരുന്നു. ആരെങ്കിലും മദ്യപിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി പരിക്കകത്ത് കയറിയിട്ട് ഇങ്ങനെ പൊത്തിനകത്തൂടെ ഒക്കെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് കിട്ടിയത് അങ്ങനത്തെ ഒരാളാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയി. അത് കഴിഞ്ഞ് 1 വർഷമായപ്പോഴത്തേക്കും മെല്ലെ മെല്ലെ എന്നെ ഉപദ്രവിക്കാനായിട്ട് പുള്ളി ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവങ്ങൾ ആ 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. മോളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഉപദ്രവത്തിൻ്റെ കാഠിന്യം കൂടി വന്നു. അങ്ങനെയായി എന്നെ കൊല്ലും എന്നൊരവസ്ഥയിലേക്ക് വന്നപ്പം ഞാൻ ഇതൊന്നും എൻ്റെ വീട്ടിൽ പറയുന്നില്ല. കാരണം പറയാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല അന്ന് എനിക്ക്. എൻ്റെ അമ്മയുടെ അവസ്ഥ ഓർക്കുമ്പം എൻ്റെ ആങ്ങള കഷ്ടപ്പെട്ട് അവൻ 8ാം ക്ലാസ്സിൽ അവൻ്റെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം വീട്ടിലെ പപ്പ തന്നെ നോക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാതായപ്പോൾ അവൻ 8ാം ക്ലാസ്സിൽ നിന്ന് അവൻ പഠനം അവസാനിപ്പിച്ച് അവൻ വെൽഡിങ്ങിൻ്റെ പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇളയവനെ പഠിക്കുന്നുള്ളൂ. അപ്പം എൻ്റെ ആങ്ങളമാർ കുഞ്ഞുങ്ങൾ, പപ്പയേ ഉള്ളൂ. പപ്പയോട് പറഞ്ഞാൽ പപ്പയുടെ അവസ്ഥ എന്താകും? പപ്പ തന്നെ മൊത്തത്തിലെല്ലാം പപ്പയുടെ തലയിലായതുകൊണ്ട് പപ്പയ്ക്ക് ആകപ്പാടെ ഒരു താങ്ങാവുന്നതിലപ്പുറമായിരുന്നു എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അന്നത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഒന്നും പറയാതെ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ എന്നെ തന്നെ ഒതുക്കി പല കാര്യങ്ങളും ഞാൻ മൂടി വെച്ചു. അങ്ങനെയായി ഒരിക്കൽ പുള്ളി മദ്യപിച്ച് വരികയും എന്നെ ഇങ്ങനെ ഒരു കത്തി വെച്ച് വെട്ടാൻ വരികയും ചെയ്തു. അപ്പം ഞാൻ തടഞ്ഞ് ഞാൻ ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഇഷ്ടിക വെച്ചെന്നെ എറിഞ്ഞ് വീഴ്ത്തി. അങ്ങനെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഒരു സൈഡ് തളർന്ന് ഞാൻ വീണ് പോയി. പക്ഷെ ഇതൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ അന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ മീഡിയയുടെ മുന്നിലാണ് ആദ്യമായിട്ട് ഈ അവസ്ഥ പറയുന്നത്. അങ്ങനെ ഞാൻ വീണതിനെ തുടർന്ന് എന്നെ ആയുർവേദ ഹോസ്പിറ്റലിലെ പുള്ളിയുടെ അമ്മയും കൂടി കൊണ്ടാക്കിയതല്ലാതെ പിന്നെ എന്നെ അവിടെ തിരിഞ്ഞു നോക്കാൻ വന്നില്ല. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ബാംഗ്ലൂര് ഒരു ചെറിയൊരു ജോലിക്ക് വേണ്ടി ഒരു കൊച്ചിനെ നോക്കാൻ, അമ്മയ്ക്ക് ഒരുപാട് കടബാധ്യതകൾ അപ്പോഴത്തേക്കും കൂടി. അമ്മ അതിൽ നിന്ന് റിക്കവർ ആയി കഴിഞ്ഞപ്പോൾ അമ്മ ഹോം നേഴ്സിന്റെ പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു കൊച്ചിനെ നോക്കാൻ വേണ്ടി പോയി. അപ്പം
ആ അമ്മ ബാംഗ്ലൂരിൽ നിന്ന് ആ ജോലിയും കളഞ്ഞ് അമ്മ എന്നെ നോക്കാനായിട്ട് വരികയും 3 മാസം സർവത്രാതി കിഴികളും എടുക്കേണ്ട ഒരു അവസ്ഥ എന്നിലേക്ക് വന്നു. കാരണം ഞാനൊരു വശം തളർന്നു പോയി. എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, കൈ ഉയർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ പോവുകയും തളർന്നു പോയതിനെ തുടർന്ന് 3 മാസം കണ്ണൂര് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഏറ് കിട്ടിയിട്ടാ ഞാൻ വീണേന്ന് ഞാൻ പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്നതായിരിക്കും. കെട്ടിച്ചു വിട്ട ഒരേ ഒരു മകള് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ചിന്തിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ അവിടെ കൊണ്ടാക്കി. പേരാവൂര് കണിച്ചാർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ കെട്ടിച്ചയച്ചത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു. പുള്ളിയുടെ സ്വഭാവം മോശപ്പെട്ട ഒരു രീതിയിലേക്കാന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തു. അതിനെ തുടർന്ന് എൻ്റെ ഇട്ട ഡ്രസ്സുകളെല്ലാം ഇട്ടത് ഒഴികെ ബാക്കി എല്ലാ ഡ്രസ്സും എടുത്ത് കത്തിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പോൾ എനിക്കും കുഞ്ഞിനും ഇട്ടുകൊണ്ട് പോകാനും ഇല്ല, ഒന്നുമില്ല. ആകെപ്പാടെ ഇട്ട ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ തുണിക്കത്തീരെ ആവർത്തിച്ച് വന്നു. അപ്പൊ അമ്മ എപ്പോഴും എന്നോട്, ഞാൻ വീട്ടിൽ വരുമ്പോൾ അമ്മയോട് പറയും, അമ്മ എനിക്കൊരു എന്തെങ്കിലും നൈറ്റ് തരണം, ഡ്രസ്സ് തരണം എന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കും, നിനക്ക് ഈ തന്നു വിട്ടതെല്ലാം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അതെല്ലാം പഴയതായി പോയി. എനിക്ക് ആ വീട്ടിൽ പറയാൻ മടി. കത്തിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ ആയപ്പം ഭക്ഷണത്തിലെ ആക്രമണം തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ 3 ആൾക്ക് വെക്കുന്ന ചോറൊക്കെ ഒറ്റയടിക്ക് നിലത്തേക്ക് കമത്തി അങ്ങ് ഇടും. കമത്തി ഇട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ചവിട്ടും, ചെരുപ്പിട്ട് ചവിട്ടിയിട്ട് അതിന്റെ മുകളിൽ കാർപ്പിച്ച് തുപ്പും. എന്നുവെച്ചിട്ട് ആ ചോറ് എന്നെ കൊണ്ട് വാരി തീറ്റിക്കും. തിന്നില്ലെങ്കിൽ വലിയൊരു വറുതടിയായിട്ടായിരിക്കും പുറകെ നിൽക്കുക. അടി പേടിച്ചിട്ട് തിന്നും. അങ്ങനെ ഒരു പ്രാവശ്യം, 1-2 പ്രാവശ്യം അത് ചെയ്തു. അതെല്ലാം ഞാൻ കഴിച്ചു. ഒരിക്കലും ഇങ്ങനെ ഈ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പം തന്നെ എന്നെ അടിച്ച് ഞാൻ അബോധാവസ്ഥയിലേക്ക് ആവേണ്ട ഒരവസ്ഥ പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊന്ന് വിളിച്ചു പറഞ്ഞു. അന്നേരം ആങ്ങളമാര് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, അത് കുടുംബ പ്രശ്നമല്ലേ, നിങ്ങളൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷയം കുറച്ച് നാളത്തേക്ക് വീണ്ടും നിന്നു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടു. അങ്ങനെയായി ഒരു പ്രാവശ്യം എൻ്റെ പപ്പയുടെ അളിയൻ മരിച്ചപ്പം എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു. അമ്മ വിളിച്ചു പറഞ്ഞത് കൂടാതെ എൻ്റെ പപ്പയുടെ അനിയൻ്റെ ഭാര്യ ആൻറ്റിയും വിളിച്ചു പറഞ്ഞു. ആൻറ്റി വിളിച്ചു പറഞ്ഞപ്പം, നിന്നോട് പറഞ്ഞില്ലായിരുന്നോട് അളിയൻ മരിച്ച കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, അന്നേരം ആൻറ്റി അമ്മേനെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതിനെ തുടർന്ന് വീട്ടിൽ വന്ന് പുള്ളീനെ കള്ളനാക്കിയെന്ന്, എൻ്റെ അമ്മ കള്ളനാക്കിയെന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റൂൾ എടുക്കുകയല്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് എൻ്റെ തലയുടെ പുറകിലടിക്ക് 14 സ്റ്റിച്ച് തലയിൽ ഇടേണ്ട അവസ്ഥ വന്നു. അപ്പൊ ഈ തല പൊട്ടി ഞാനിങ്ങനെ ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്നു. അപ്പൊ എൻ്റെ കുഞ്ഞ് ഉറങ്ങുമായിരുന്നു, മൂത്ത മോള്. അവൾ ഓടി ഏറ്റു വരുമ്പം അവള് കാണുന്നത് ഞാനിങ്ങനെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നത്. പിന്നെ കൊച്ചിനൊന്നും ഓർമ്മയില്ല. ഞാൻ എൻ്റെ മേത്ത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് അയാൾ ഒഴിച്ചപ്പോഴത്തെ ഞാൻ ഈ വെള്ളത്തോട് കൂടി എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ കാണുന്ന കൊച്ച് ഞാൻ വീണ് കിടന്ന മുറിയുടെ ഒരു തലയ്ക്കൽ കൊച്ചിങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നു. ഞാൻ വിചാരിച്ചു കൊച്ചിന് എന്തെങ്കിലും ചെയ്തായിരിക്കാം എന്ന് വിചാരിച്ച് കൊച്ചിനോട് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു, അമ്മ എനിക്ക് തല കയറി, ഞാൻ ഭിത്തിക്കിട്ട് പോയി, എൻ്റെ തലയടിച്ച് ഞാൻ നിലത്ത് വീണു, അത് എനിക്ക് ഓർമ്മയുള്ളെന്ന് പറഞ്ഞു. അതങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നീടായപ്പോഴത്തേക്കും പിന്നെ ചവിട്ട് തുപ്പ് കാർപ്പിച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കാർപ്പിച്ച് തുപ്പും. മിണ്ടിയില്ലേൽ അടിക്കും, മിണ്ടിയാൽ അടിക്കും. രാത്രി 2 മണിക്കും 1 മണിക്കും എല്ലാം കസേരയിൽ പുള്ളി ഇരിക്കും. എന്നെ നിലത്ത് പുള്ളിക്ക് അഭിമുഖമായി ഇരുത്തിയിട്ട് കണ്ണടയ്ക്കാൻ പാടില്ല, ഞാൻ നേരെ നോക്കിയിരിക്കണം. പുള്ളി പിന്നെ പറഞ്ഞത് ആദ്യം തൊട്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് പരമാവധി ഞാൻ സഹിക്കാവുന്നതിലപ്പുറമായി കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ വിളിച്ച് പറ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റില്ല, കാരണം അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർക്കുള്ള സ്വത്തും സ്വർണ്ണവും ഒക്കെ തന്നെ എന്നെ വിട്ടത്. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ കൊണ്ട് കേസ് കൊടുക്കുന്നു പറഞ്ഞു. കേസ് കൊടുക്കാൻ എനിക്ക് അതിലും പേടി, പോലീസ് സ്റ്റേഷൻ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം പുള്ളി പണി കഴിഞ്ഞ് വന്നപ്പോൾ പെരയിലൊരു ചുക്കിരി കാണാൻ പാടില്ല, ചുക്കിരി കണ്ടതിനെ തുടർന്ന് വെട്ടാനായിട്ട് ഓടിച്ച് ഞാൻ ഈ കുഞ്ഞു കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച് ഓടി ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചെന്നു. ചേട്ടനും ചേച്ചിക്കും എല്ലാം ഭയങ്കര പേടിയാണ്, വഴക്കുണ്ടാക്കും, അവരോട് പോയി അടിയുണ്ടാക്കും. അതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോക്കുമല്ല.
കഴിയുന്നത്. അത് ഒരു പ്രാവശ്യം ഇങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കുഞ്ഞും പാല് കുടിക്കുന്നു. എൻ്റെ മോളുടെ അതേ പ്രായം. അപ്പൊ ചേച്ചി എന്നെ ഇത് വെട്ടാനായിട്ട് വാക്കത്തിയും കൊണ്ട് പെരക്കി ചുറ്റും തെറിയും പറഞ്ഞ് നടക്കുക. അപ്പൊ ചേച്ചിയുടെ വാതിൽ ചെറുതായിട്ട് തുറന്നിട്ടിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്ന പോലെ അവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, വാതിലിന്റെ മറവിൽ കുഞ്ഞിന്റെ വായും പൊത്തിപ്പിടിച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 4-5 മണിക്കൂർ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു. എൻ്റെ വീട്ടുകാർ വരുന്ന ആ സമയം വരെ ഞാൻ അവിടെ കുഞ്ഞിന്റെ വായും പൊത്തിപ്പിടിച്ച് വിറച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതുപോലെ പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് അനുഭവിക്കാവുന്നതിന്റെ എത്രത്തോളം അനുഭവിക്കണമോ അതെല്ലാം ഞാൻ അനുഭവിച്ചു. കതകിന്റെ ഇടയ്ക്ക് വെച്ച് വിരളിന്റെ നഖം ഉയർത്തുക, എന്നിട്ട് അത് കണ്ട് ആസ്വദിച്ച് ചിരിക്കുക, തലയിലെ മുടി വട്ടം വലിച്ചു പറിച്ചെടുക്കുക. ആ പുള്ളിയുടെ കൈ കിട്ടിയ മുടി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മുടി പറിച്ചിങ് എടുക്കും. അപ്പൊ അത്രയും വട്ടം ഇങ്ങനെ വട്ടത്തില് ബ്ലാങ്ക് ആയി കിടക്കും. അങ്ങനത്തെ ഒരു അത്ര വേദന സഹിക്കേണ്ടി വന്നാലും കരയാൻ പാടില്ല. കരഞ്ഞാൽ അന്നേരം കൊല്ലും. അത് പേടിച്ച് കരയത്തില്ല. പിന്നെ ആയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഞാൻ ഇവിടെ ഇടിയും ചതയും കൊണ്ട് കിടന്നാൽ ശരിയാവത്തില്ല. പിന്നീട് ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല. പകല് മുഴുവൻ വീട്ടിലെ പണിയും ചെയ്ത് വെച്ചിട്ട് രാത്രി പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, ഇതിനെല്ലാം നോക്കുകയും വേണം. ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് എനിക്ക് പിന്നെ വീട്ടിൽ കിടത്തി ഓർക്കാത്ത ഒരവസ്ഥ വന്ന് ഞങ്ങളെ പുറത്താക്കി പുള്ളി വാതിലടയ്ക്കും. വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പുറത്തേ ഇരിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെയായി ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കൊക്കടയുള്ള ഒരു കുഞ്ഞു വീടുണ്ടാക്കി കൊടുക്കുകയും അവിടെ കിടക്കാമെന്ന ഉദ്ദേശത്തിൽ ഞാൻ ആ വീടുണ്ടാക്കുന്ന പിള്ളേർക്ക് അതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത കൊക്കോടെ ചുവട്ടിലേക്ക് പോവുകയും ചോറും കറിയൊക്കെ ആയിട്ട് പോയി. അവിടെ പോയിരുന്ന് കഴിച്ചു വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ വിഷം തോണ്ടുന്നു. വിഷം തീണ്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തു, വിഷം തൊട്ട് എനിക്കറിയില്ല ഇത് എന്നാ സംഭവം എന്നറിയില്ല. ഇവള് കരഞ്ഞു വാ പൊത്തിപ്പിടിച്ചു കുഞ്ഞിന്റെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അവിടെ 2 കൊമളകൾ കാണപ്പെട്ടു. കൊമള കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾക്ക് ഇത് വല്ലാത്തൊരു ഇതിലേക്ക് കാലയിലാണ് അത് കടിച്ചത്. കാലയിൽ അതിങ്ങനെ മൊത്തം ചെറിയ ചെറിയ കൊമളകൾ വന്ന് പൊട്ടാൻ തുടങ്ങി. പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നെ വീണ്ടും എനിക്കിങ്ങനെ ഈ അടി പ്രശ്നത്തെ തുടർന്ന് ഞാൻ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്ന് 3 വർഷം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് ഈ കുഞ്ഞിനിങ്ങനെ തുടർന്ന് ശരീരത്ത് മൊത്തം വ്യാപിക്കാൻ തുടങ്ങി കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു സ്കൂളില് ഈ സഹായിയായിട്ട് ഞാൻ പോവുകയും അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ട് 320 രൂപ അന്ന് എനിക്ക് ശമ്പളമുള്ളൂ. രാവിലെ 7:30 തൊട്ട് വൈകുന്നേരം 5:30 വരെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം അവിടെ. ആ സമയത്ത് ഞാൻ ആ 320 രൂപയ്ക്ക് ഞാൻ പണിക്ക് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊച്ചിനിങ്ങനെ വ്യാപകമായിട്ട് അവളുടെ ശരീരത്ത് മൊത്തം വ്യാപിച്ചു. കടലക്കമണി മുതൽ അവൾക്ക് ബാക്കി കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൈസ എന്നെ സഹായിക്കാൻ ആരുമില്ല. കാരണം എൻ്റെ അമ്മയുടെ ആ ട്രീറ്റ്മെന്റിനെ തുടർന്ന് വലിയൊരു ബാധ്യത ഞങ്ങൾക്ക് വന്നു. സ്ഥലം വിറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടമില്ല. അതുകൊണ്ട് സ്ഥലം വിൽക്കാതെ തന്നെ മറ്റുള്ളവരോട് കടം മേടിച്ചിട്ടാണ് അമ്മയുടെ ട്രീറ്റ്മെന്റ് നടത്തി. അതിനെ തുടർന്നുള്ള ബാധ്യതകൾ തീർക്കാനായിട്ട് അമ്മയും ആങ്ങളെയും എറണാകുളത്ത് ജോലിക്ക് പോയി. പിന്നെ ബാക്കിയുള്ളത് എൻ്റെ പപ്പയുള്ള ഇളയ ആങ്ങളെയും മൂത്തവന്റെ കൂടെ തന്നെ ജോലിക്ക് പോയി. പിന്നെ അവന്റെ പെണ്ണ് പ്രസവിച്ച് കിടക്കുന്നു. മൂത്തവൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പപ്പയും എൻ്റെ മോളും ഞാനും ഉള്ളു വീട്ടില്. അപ്പൊ പപ്പ എന്നെ ചെയ്തു, ഈ കുഞ്ഞിനെ നോക്കിയിരിക്കും, ഞാൻ ജോലിക്ക് പോകും. ഞാനങ്ങനെ ജോലിക്ക് പോയ സമയത്ത് ഒരു ദിവസം ഞാൻ വരുമ്പം കുഞ്ഞ് അവൾ ഉണ്ടായിരുന്നതിന്റെ 4 ഇരട്ടി വലിപ്പത്തിലായിട്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്നാ പറ്റി, കൊച്ചു മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു, ഞാൻ രാവിലെ തേച്ച് കുളിപ്പിച്ച് ഓയിൻമെന്റ് ഒക്കെ തേച്ചിട്ടാ പോകുന്നത്. അപ്പൊ പപ്പ ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോ പപ്പ അവളെ ആന്റിയുടെ വീട്ടിൽ കൊണ്ടാക്കി. ആന്റിയുടെ വീട്ടിൽ നിന്ന് അവർക്ക് അറിയില്ല കുഞ്ഞ് മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു തോന്നുന്നു. അവര് കുഞ്ഞിന് മുട്ട കഴിക്കാൻ കൊടുത്തു. കൊച്ചത് കുഞ്ഞല്ലേ, അത് കഴിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കൊച്ചിന്റെ പഥ്യം തെറ്റിച്ചതിനെ തുടർന്ന് കൊച്ചിന്റെ ശരീരം മൊത്തം ഒന്ന് വീർത്ത് വന്ന് കുത്തിയാ പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് കൊച്ചു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കുഞ്ഞ് മരിച്ചു പോകത്തേ ഉള്ളൂ, അവൾ ബാക്കി ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കാൻ തുടങ്ങി. ഞാൻ വന്നപ്പോ ഞാൻ അവളെ വാരിയെടുത്തു. കാരണം കുഞ്ഞിനെ ആരും എടുക്കാൻ പറ്റാവുന്ന ഒരു കണ്ടീഷനിലല്ല അവളുള്ളത്. സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവള് ഇരിക്കുന്നിടത്തോ കിടക്കുന്നിടത്തോ ഒന്നും ആരും ഇരിക്കാനും കിടക്കാനും പറ്റാത്തത്ര സ്മെല്ലാണ്. ശവം ചീഞ്ഞാലുള്ള സ്മെല്ല് എന്താണോ അതാണ് എൻ്റെ കുഞ്ഞിന്റെ അന്നത്തെ സ്മെല്ല്. അപ്പൊ എനിക്ക്
ഞാൻ മാത്രമേ എടുക്കത്തുള്ളൂ, ഞാനും എൻ്റെ പപ്പയും മാത്രമേ എടുക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും ഒരു തരം അറപ്പായിരുന്നു. കുഞ്ഞിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, അവളെ ബസ്സിൽ കയറ്റി കൊണ്ടുപോകത്തില്ല, ഓട്ടോ കൂട്ടി തന്നെ വേണം അവളെ കൊണ്ട് പോകണമെങ്കിൽ. 500 രൂപ ഓട്ടോ കൂലി ഇരുട്ടി വരെ കൊണ്ടുപോകണം. അപ്പൊ ഇവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആരും എന്നെ സഹായിക്കാനും ഇല്ല. അങ്ങനെ ഞാൻ വന്നപ്പോ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ കുഞ്ഞു ബാക്കി ഉണ്ടാവില്ല. അപ്പൊ ഞാനും എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് കരുതി ഞാൻ എൻ്റെ വീടിന്റെ താഴെ ഒരു 15 അടി താഴ്ചയുള്ള ഒരു കിണറുണ്ട്. അപ്പൊ ആ കിണറിന്റെ അടുത്ത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോയപ്പോ എനിക്ക് മരിക്കാനായിട്ട് തന്നെ ഞാൻ പോയി കാലിങ്ങനെ എടുത്ത് കിണറിന്റെ കല്ലിലേക്ക് ഇങ്ങനെ വെച്ചതും എന്റെ പുറകിൽ തോളെ തട്ടി ആരാണ്ട് പുറകോട്ട് വലിക്കുന്ന പോലെ എനിക്കൊരു അനുഭവം. അപ്പൊ ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോ ആരുമില്ല. വീണ്ടും ഞാൻ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞ സമയത്ത് പപ്പ പെട്ടെന്ന് മോളിൽ നിന്ന് തന്നെ വിളിക്കുന്നു വീട്ടിൽ നിന്ന്. ഞാൻ പെട്ടെന്ന് വിളി കേട്ടു. നീ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ വരും അപ്പയെന്ന് പറഞ്ഞ് ഞാൻ കയറി ചെന്നു. കരഞ്ഞോണ്ടാ കയറി ചെല്ലുന്നേ. അന്നേരം പപ്പ പറഞ്ഞു, ഇല്ല മോളെ, ഇതിനെല്ലാം ഒരവസാനം നിന്റെ ജീവിതത്തിൽ ദൈവം തരും. അന്നൊന്നും എനിക്ക് ദൈവത്തെ വിശ്വാസമില്ല, ദൈവം ഇല്ല എന്ന് ഞാൻ തന്നെ ചിന്തിച്ചിരുന്ന ഒരു കാലമാണ്. കാരണം അവന്റെ അടുത്തുനിന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് ഞാൻ സത്യവേദ പുസ്തകമെല്ലാം ഞാൻ വലിച്ചു കീറി കത്തിച്ചിട്ടുണ്ട്. ആ ദേഷ്യത്തില് ഞാൻ ഓരോ ദിവസം അടുപ്പിൽ തീ കത്തിക്കുന്ന വേദപുസ്തകത്തിന്റെ താളുകൾ വെച്ചായിരുന്നു. അത്ര എനിക്ക് ദൈവത്തെ വിശ്വാസമില്ല, വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു എൻ്റെ. ഒരു വിശ്വാസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പൊടി പോലും വിശ്വാസം ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ വേദപുസ്തകം വെച്ച് അടുപ്പിൽ തീ പിടിപ്പിക്കുക, വേദപുസ്തകം വെച്ച് അവനെ എറിയുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എൻ്റെ കയ്യിൽ വേദപുസ്തകം ഇട്ട് അത് വെച്ച് അവനിട്ട് എറിയുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ. അപ്പം ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഞാനാണ്. അപ്പൊ പപ്പ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല പപ്പേ, ഇത്രയൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് ഇനി എന്ത് ദൈവം ചെയ്യുമെന്ന് പപ്പ പറയുന്നേന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു, ഇല്ല മോളെ, നിന്നെ ദൈവം കാണാതിരിക്കുകയല്ല. കാരണം നിന്റെ പപ്പയോ അമ്മയോ നോട്ടോ കൊണ്ടോ വാക്കുകൊണ്ടോ പോലും ആരോടും ഒരു തെറ്റ് ചെയ്യാതെ ജീവിച്ചതാണ്. അപ്പൊ നിന്നെ ദൈവം കാണും എന്ന് പറഞ്ഞു. ഞാൻ പപ്പയോട് ഞാൻ എന്നിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പയോട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ കയറി പരിക്കകത്തേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു 3 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും പുള്ളി പാർട്ടിക്കാരും ആൾക്കാരും ഒക്കെ ആയിട്ട് വിളിച്ചു പറഞ്ഞ് വീണ്ടും കൂട്ടാൻ വന്നു. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വീട്ടിൽ എന്നോട് പറഞ്ഞു, ഇനി പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ല, പോകുമല്ലേന്ന് ചോദിച്ചു. അപ്പം എൻ്റെ വീട്ടുകാർ മനസ്സായിട്ടല്ലെങ്കിലും എന്നോട് പോകുമല്ലേന്ന് ചോദിച്ചപ്പോ പോകൂല എന്ന് പറയാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. ഞാൻ പറഞ്ഞു പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ എടുത്ത് വീണ്ടും അയാളുടെ കൂടെ ഞങ്ങൾ പോയി അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വഴക്ക് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ 3 വർഷം ഞാൻ മാറി നിന്നതിന് പ്രതി വീട്ടാന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ വീണ്ടും അവിടെ ചെന്ന് പ്രശ്നങ്ങളായി. വീട്ടിലൊന്നും വിളിച്ചു പറയുന്നില്ല, ഒരു കാര്യം ഞാൻ വീട്ടിൽ വിളിച്ചു പറയാറില്ല. അതിനുശേഷം ഞാനൊരു 3 മാസം പ്രഗ്നന്റ് ആയി. 3 മാസം പ്രഗ്നന്റ് ആയ സമയത്ത് ഇയാള് എന്നെ ഇങ്ങനെ പിടിച്ചൊരു തള്ളിയിട്ട് ടേബിളിട്ട് പോയി എൻ്റെ വയറടിച്ച്. അന്ന് ആ കുഞ്ഞ് അബോട്ടായി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറയുന്നില്ല, അവരറിയുന്നുമില്ല. എൻ്റെ കുഞ്ഞിനറിയാം, മൂത്ത മോക്കറിയാം. അപ്പോൾ അവള് പറഞ്ഞു, അമ്മ വീട്ടിൽ വിളിച്ച് പറ, നമുക്ക് പറ്റിയേല. അപ്പോൾ ഒരു പ്രാവശ്യം ഇവളുടെ എന്നെ മുടിക്ക് ചുറ്റി പിടിച്ച് നിലത്തിട്ട് ചവിട്ടുമ്പോൾ ഇവള് ഓടി വന്നിട്ട് എന്നാ പപ്പച്ചി ചെയ്യുന്നതെന്ന് ചോദിച്ച് പിടിച്ചതിന്റെ പേരിൽ അതിനെ പിടിച്ച ഒരൊറ്റ എറിഞ്ഞിട്ട് അത് ചിമ്മിനിയുടെ അടിയിൽ പോയി വീണു. അങ്ങനെ അതിന് നടുവിന് വേദനയായി. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, മോളെ, അമ്മേനെ കൊന്നാലും നീ ഒന്നും മിണ്ടരുതെന്ന് പറയുമ്പോ ഇവള് പറയും, അമ്മേനെ കൊല്ലുന്ന കാണാൻ എനിക്കാവൂല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവള് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ പിന്നെ മിണ്ടാതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഒരു 4.5 മാസം ഗർഭിണിയായി. 4.5 മാസം ഗർഭിണിയായ സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് കുറച്ച് ഹാർട്ട് ബീറ്റിന്റെ പ്രശ്നമുണ്ട്, കുറവുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തല താഴോട്ടാക്കി മുകളിലേക്ക് കാലാക്കി കിടക്കുക. അങ്ങനെ ഒരു ഇഷ്ടികയുടെ ഹൈറ്റില് കട്ടിലിന്റെ കാല് പൊക്കി വഹിച്ച് കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കിടന്നു. 4.5 മാസം ആയപ്പം ആ സമയത്ത് തന്നെ കുഞ്ഞ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവള് ഒരു വീട്ടമ്മ ചെയ്യുന്ന സർവ്വ ജോലികളും ചെയ്തിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞൊന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് സ്കൂളിൽ പോണേ 1/4 മണിക്കൂർ നടന്നു വേണം കുഞ്ഞിന് സ്കൂളിൽ പോകാൻ, ബസ്സില്ല. അവൾ അങ്ങനെ നടന്ന് 7ാം ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നു.
ആ സമയത്ത് ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞു, കുഞ്ഞിനോട് എന്തോ ചെയ്യാൻ പറഞ്ഞു. അവള് ചെയ്യാൻ വൈകിയതിന്റെ പേരില് ഓടി വന്നു, നീ ഇങ്ങനെ ഒരു അസഭ്യം പറഞ്ഞിട്ട് കിടക്കുവാണോ എന്ന് ചോദിച്ചാൽ ആ കട്ടിലിന്റെ കാലെ പിടിച്ച് ഒരൊറ്റ പൊക്കും, ഒരൊറ്റ താഴോട്ട് ഇടിയിലും. അവിടെ തീർന്നു എന്റെ 4.5 മാസത്തെ എന്റെ കുഞ്ഞിന്റെ വളർച്ച. അവിടെ കൊണ്ട് കഴിഞ്ഞു. അപ്പത്തേക്ക് ബ്ലീഡിങ് ആയി. ഇവള് ഓടിച്ചെന്ന് ചേട്ടനെയും ചേച്ചിനെയും വിളിച്ചോണ്ട് വന്നു. ചേട്ടൻ ചേച്ചി വാരി എടുത്ത് ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു കുഞ്ഞ് പോയി. പിന്നെ ആ കുഞ്ഞിനെ കട്ട് ചെയ്തെടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി. അതിനെ എടുത്തിട്ട് അവരെന്നെ കാണിച്ചു. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടനും ചേച്ചിയും പറഞ്ഞു, നോക്കാം, കുറച്ച് നാളും കൂടി നിക്ക്, നിനക്കൊരു പെൺകുഞ്ഞല്ലേ, കുഞ്ഞിനെ ആര് നോക്കും, നിന്റെ വീട്ടിൽ ചെന്നാലും നിന്റെ അവസ്ഥ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ ആശ്വാസമാക്കലിനെ തുടർന്ന് ഞാൻ വീണ്ടും അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നീട് ഒരു അടുത്ത വഴക്ക് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ നോക്കാനായിട്ട് 3 മാസം അമ്മയോട് പറഞ്ഞ് നോർമലായിട്ട് അത് സാധാരണ കൊച്ചിന് ഹാർട്ട് ബീറ്റ് നിലച്ചിട്ട് കൊച്ചു പോയതാന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അപ്പൊ അമ്മ ഇത് എൻ്റെ ചേട്ടത്തി പറഞ്ഞ് അമ്മ ഇത് അറിഞ്ഞു. അമ്മ ഇത് അറിഞ്ഞപ്പോ അമ്മ അത് ചോദിച്ചതിനെ തുടർന്ന് അമ്മേന്റെ നേരെ ഇസ്തിരിപ്പെട്ടി തേച്ച് വെച്ചിരുന്ന ഇസ്തിരിപ്പെട്ടി എടുത്ത് അമ്മേന്റെ മുഖത്ത് വെക്കുക എന്നും പറഞ്ഞ് ശരി അമ്മേനെ ഉപദ്രവിക്കാൻ ചെന്നു. അങ്ങനെ അമ്മ പറഞ്ഞു, ഇനി നീ ഇവിടെ നിന്നാ ശരിയാവത്തില്ല, പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ അവിടെ വന്നിട്ട് എന്നാ ചെയ്യുന്നേ, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ ഇതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മൂത്ത മോളുണ്ടായ സമയത്ത് അമ്മയ്ക്ക് 60ാമത്തെ ദിവസമാണ് അറിയുന്നത് അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്നുള്ള വിവരം. അങ്ങനെ അമ്മ 60ാമത്തെ ദിവസം അമ്മേനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറാ, ഇനി അത് ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്ന് പിന്നെ അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാതായി. എൻ്റെ അമ്മയുടെ വായിലെ പല്ല് മുഴുവൻ എടുത്തു. അപ്പം ഇപ്പൊ എൻ്റെ അമ്മ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. പക്ഷെ ബ്രെയിൻ ട്യൂമർ ദൈവം സൗഖ്യമാക്കി. കാരണം എനിക്ക് കത്തോലിക്ക പള്ളി വിശ്വാസം ഇല്ലെങ്കിലും എല്ലാരും പറഞ്ഞു, കല്ലുമുതിരക്കുന്ന് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ ഭയങ്കര അച്ചിട്ടോ പ്രാർത്ഥനയോ അതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ആരാധനയുടെ സമയത്ത് എല്ലാവരും അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പുറത്തു നിന്ന് ശക്തമായി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചിട്ടല്ല, വിശ്വാസം എന്ന് പറയുന്ന ഒരു നാമം എനിക്കില്ലായിരുന്നു, വിശ്വസിച്ചിട്ടല്ല ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെ എൻ്റെ നിലവിളി എൻ്റെ ദൈവം കേട്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് അന്ന് സൗഖ്യം കിട്ടി. അന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞ അമ്മയുടെ വായിൽ അവശേഷിച്ച ഒരു പല്ലുണ്ടായിരുന്നു, അത് അമ്മ പോലും അറിയാതെ അത് അമ്മയുടെ വായിലേക്ക് ഊർന്നു പോയിരുന്ന ഒരവസ്ഥയുണ്ട്. അന്ന് അങ്ങനെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയതിനെ തുടർന്ന് അമ്മ പറഞ്ഞു, മോളെ, നീ ഇനി ഇങ്ങനെ നിന്നിട്ടുണ്ടേ ശരിയാവത്തില്ല, നിന്നെ അവൻ കൊല്ലും, അല്ലാതെ ഇനി നിന്നെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ വീട്ടുകാരോട് ഓരോ തവണയും ശ്രീധനെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, സ്വഭാവം പുള്ളിക്ക്. അപ്പൊ ഇപ്പൊ എൻ്റെ വീട്ടുകാര് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ അവക്ക് ഏറെക്കുറെ 4 പവന്റെ അടുത്ത് സ്വർണം കൊടുത്തു. അതും പോരാ, അതിലും കൂടുതൽ വേണം എന്നുള്ളൊരു ആഗ്രഹമായി ഇയാൾക്ക്. അങ്ങനെ അതിനെ തുടർന്നൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, കുടുംബത്തിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടല്ല വഴക്കുണ്ടാക്കുന്നത്. അതിനുശേഷം ഞാൻ 4.5 മാസമായപ്പോ എൻ്റെ അമ്മ ഇങ്ങനെ വന്ന് നിന്നു. ആ കുഞ്ഞിനെ ആ കുഞ്ഞ് അബോർഷനായി പോയി. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ചേട്ടനും ചേട്ടത്തിയും പറഞ്ഞു, ഇങ്ങനെ ചേച്ചി അവളെ കൊണ്ടുപോയാൽ എങ്ങനെയാ, ഒരു പെൺകുഞ്ഞല്ലേ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ, ലിലി ചേച്ചിക്ക് വയ്യ, അതുകൊണ്ട് കൊണ്ടുപോയി ശരിയാവത്തില്ല, ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4.5 മാസമായ ആ കുഞ്ഞ് പോയതിനു ശേഷം ഒരു ദിവസം ഇങ്ങനെ വഴക്കിനെ തുടർന്ന് എൻ്റെ കുഞ്ഞിന് 1ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെയും അവള് നല്ല രീതിയിൽ പഠിച്ചു. അവൾക്ക് സ്കോളർഷിപ്പുകൾ ഒരുപാട് കിട്ടി. ഏത് പരീക്ഷയ്ക്കാണേലും അവൾക്ക് ഉന്നത മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് ഞങ്ങളുടെ മൂത്ത മോൾക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡും അതുപോലെ തന്നെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിക്കുള്ള അവാർഡും എല്ലാ വർഷവും വാർഷികത്തിന് ഞങ്ങളുടെ മോളായിരുന്നു മേടിച്ചോണ്ടിരുന്നത്. അപ്പൊ 10ാം ക്ലാസ്സിൽ അവള് പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ അവക്ക് സ്കോളർഷിപ്പ് കിട്ടിയ കുറച്ച് പൈസ ഇരിപ്പുണ്ടായിരുന്നു. ആ സ്കോളർഷിപ്പ് കിട്ടിയ പൈസ അവളത് സ്വരുക്കൂട്ടി അവൾ എന്തെങ്കിലും ഒന്ന് മേടിക്കാം
എന്ന് കരുതി അവള് എടുത്തു വെച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഈ രണ്ടാമത്തെ കുഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ പ്രഗ്നന്റ് ആയി. അവള് 5 മാസമായ സമയത്ത് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതും എനിക്കിങ്ങനെ കാല് നീട്ടി ഞാനിങ്ങനെ ഇരിക്കുവോ കട്ടിലേല്. ആ സമയത്ത് വന്നേച്ചിട്ട് എന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ വളച്ചത് എന്റെ തല പോയി എന്റെ മുട്ടയെ കുത്തുന്ന വിധത്തില് എന്റെ തല പോയി ഇടിക്കുകയും എന്റെ കുഞ്ഞ് അപ്പൊ തന്നെ അനക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആവുകയും പിന്നെ ഇവള് വേഗം അപ്പത്തേക്ക് എന്നെ ഇങ്ങനെ ചെയ്ത് ഇവള് കാറിക്കൊണ്ട് ഇറങ്ങി ഓടി, വാതില് തുറന്ന് ഇറങ്ങി ഓടി ചേട്ടന്റെ ചേച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞു. ചേട്ടനും ചേച്ചിയും വന്നപ്പോഴത്തേക്കും എന്റെ ശരീരം മൊത്തം നീര് കയറി വല്ലാത്തൊരു വികൃത അവസ്ഥയിലേക്ക് ഞാൻ പോയി. എന്റെ നാവ് നീട്ടിയപ്പം നീല കളറ്. കരയുമ്പം ചേച്ചി നോക്കുമ്പം ചേച്ചി പറഞ്ഞു, ഇത് ഇവക്കെന്നാ പറ്റി, ഇവളുടെ നാക്കന്നെ ഇങ്ങനെ നീല കളറിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ഇവൻ പുള്ളിക്കാരൻ പറഞ്ഞു, അത് അവക്ക് തീറ്റ കുത്തിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ചേച്ചി നോക്കുമ്പോൾ എന്റെ ശരീരം മൊത്തം നീര് വെച്ച് വരുന്നു. ചേച്ചി വയറെ തൊട്ട് നോക്കുമ്പോൾ വയറ് മരവിച്ചൊരവസ്ഥയിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഈ കുഞ്ഞും എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ 5-ാം മാസം ഗർഭിണി. 4.5 മാസത്തെ കുഞ്ഞു പോയതിന്റെ വേദന എനിക്ക് മാറുന്നതിന് മുമ്പ് ഇതും പോയി. അപ്പൊ അന്ന് ഞാൻ വിശ്വസിച്ചു ദൈവമുണ്ട്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. കാരണം എന്റെ കുഞ്ഞിന് ഒരനക്കമൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്റെ വയറെ കൈവച്ച് ഞാൻ ഒന്ന് മാത്രം പ്രാർത്ഥിക്കും. എനിക്ക് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലാത്ത ആളായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് മാത്രം പ്രാർത്ഥിച്ചു, എന്റെ ദൈവം എനിക്ക് തന്ന കുഞ്ഞ്, ഈ കുഞ്ഞിനെ ദൈവം നോക്കിക്കോളൂ, ദൈവം കാത്തോളൂ. അത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് വയറെ കൈവച്ച് അത് മാത്രം ഉരുവിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം തന്ന കുഞ്ഞ്, ദൈവത്തിന്റെ കുഞ്ഞ്, ദൈവം നോക്കിക്കോളും. അത് മാത്രം ഞാൻ പറയുന്നുണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും. പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഒച്ച പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോ കൊച്ചിന് അനക്കമുണ്ട്. അവര് നോക്കുമ്പോ എനിക്ക് 530 ഷുഗർ, 190 BP, ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു, ഇവിടെ പറ്റില്ല, ഒന്നെങ്കിൽ നിങ്ങൾ പരിയാരത്ത് കൊണ്ടുപോക്കൂ, ഇല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തന്നെ ആംബുലൻസിന് ഇവിടെ തലശ്ശേരി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഇവിടെ പറ്റില്ല, നിങ്ങൾ ഒന്നെങ്കിൽ കോഴിക്കോടോ അല്ല പരിയാരം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. വീണ്ടും അവരവിടെ നിന്ന് തന്നെ പരിയാരത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ 5-ാം മാസം അഡ്മിറ്റ് ആയി കഴിഞ്ഞ് 5 മാസം അഡ്മിറ്റായി. 5-ാം മാസം അഡ്മിറ്റ് ആയ സമയത്താണ് ഞാൻ ചെന്നതിന്റെ പിറ്റേ ദിവസം എനിക്ക് സെക്കൻഡ് ടൈമിലെ കൊറോണ ബാധിച്ചു. 5 മാസം പ്രഗ്നന്റ് ആണ് ഞാൻ. ആ സമയത്ത് എനിക്ക് സെക്കൻഡ് ടൈമിലെ കൊറോണ ബാധിച്ചു കഴിഞ്ഞപ്പം ആ സെക്കൻഡ് ടൈമിലെ കൊറോണയ്ക്ക് ഒരുപാട് മരണം സംഭവിച്ച ആ സമയം. അപ്പം പെട്ടെന്ന് എന്നെ കൊറോണ വാർഡിലേക്ക് മാറ്റി. അവിടെ നിന്ന് എനിക്ക് ആകെപ്പാടെ എനിക്ക് ഇഷ്ടം എന്ന് പറയാനായിട്ട് പേഴ്സ് സിസ്റ്ററിന്റെ അന്ത്യകാല അഭിഷേകം, ആ പാട്ട് എനിക്ക് ഭയങ്കര ഹൃദയത്തെ ടച്ച് ചെയ്തൊരു സോങ്സാ. കാരണം ഒരുപാട് വേദനകളൊക്കെ വരുമ്പോൾ ഞാൻ ആ പാട്ട് വെച്ച് കേട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സൊന്ന് ശാന്തമാകും. ആ ഒരു എനിക്കറിയില്ല എന്താ അതിന് കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിലെ വിശ്വാസം അന്ന് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവത്തുള്ളൂ അന്ന്. പക്ഷെ ആ പാട്ട് എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്നുണ്ടായിരുന്നു. ആ പാട്ട് വെക്കും. അപ്പൊ കൊറോണ വാർഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഈ കുഞ്ഞിന്റെ വയറേല് കൈവച്ചിട്ട് ഞാൻ ഈ പാട്ട് കേട്ടോണ്ട് ഞാൻ ആ കൂടെ പാടും, ആ പാട്ട് കേൾക്കുകയും ചെയ്യും. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു 5-ാമത്തെ ദിവസം, കൊറോണ ബാധിച്ച 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും വല്ലാണ്ട് കൊറോണ എനിക്ക് മൂർജിച്ച് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് താന്നു പോകുന്നു. അങ്ങനെയൊക്കെ ആയി എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ നിലത്ത് കിടന്ന് ഉരുളുന്ന ഒരവസ്ഥ വന്നു. അന്ന് ഞാൻ എൻ്റെ കുഞ്ഞ് വയറ്റിലുണ്ടെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് അതിനാവുന്നില്ലായിരുന്നു. കാരണം എനിക്ക് ശ്വാസം ഒന്ന് എടുത്താലല്ലേ എനിക്കൊന്ന് നിൽക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ ശ്വാസം എടുക്കാനുള്ള വെപ്രാളത്തിൽ ഞാൻ കിടന്നു തല്ലി അലച്ചു ഉരുളു. എൻ്റെ നാത്തൂനെ പെണ്ണ് എൻ്റെ കൂടെ ഉണ്ട്. അവൾ എന്നെ പിടിച്ചു, ചേച്ചി ഉരുളല്ലേ, കുഞ്ഞു വയറ്റിലുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റുന്നില്ല, കണ്ണെല്ലാം മിഴിച്ചു വരുന്നു. ഇവൾ ഓടിച്ചെന്ന് ആങ്ങളേനെ വിളിച്ചു, ഒന്നെങ്കിൽ ഡോക്ടർമാരോട് പറ ചേച്ചീനെ ICUലേക്ക് മാറ്റാൻ പറ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഇഞ്ചക്ഷൻ വെക്കാൻ പറ എന്ന് പറഞ്ഞു.
അങ്ങനെ ഇവളുടെ പ്രയത്നത്തെ തുടർന്ന് ഡോക്ടർമാർ വന്ന് ഇഞ്ചക്ഷൻ വെക്കുകയും അങ്ങനെ അവിടുന്ന് അഞ്ചാമത്തെ ദിവസം ഞാൻ മരണത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കാരണം ഒരു 2 സെക്കൻഡും കൂടി കഴിഞ്ഞ പിന്നെ ഞാൻ ഇല്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പൊ അന്ന് ദൈവത്തിന്റെ ഈ പാട്ട് കേട്ടതിന്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് എൻ്റെ കൂടെ എൻ്റെ പ്രസവവാടി കിടന്ന 5 പെണ്ണുങ്ങൾക്ക് കൊറോണയായി. അവരുടെ എല്ലാം കുഞ്ഞുങ്ങളെ 5-ാം മാസം 6-ാം മാസം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം കുഞ്ഞുങ്ങളിലേക്കുള്ള ബ്ലഡ് ക്ലോട്ടായി പോകുമായിരുന്നു അവരുടെ. ആ സമയത്തെല്ലാം കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വന്നു. പക്ഷെ എന്നിട്ടും ദൈവം എന്നെ പരിപാലിച്ചു കരുതി. കാരണം എനിക്ക് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചും വിശ്വാസം ഇല്ലാതെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം തന്ന കുഞ്ഞാത്. വിശ്വാസം എന്ന് പറയുന്നത് എനിക്കില്ലാന്ന് ഞാൻ അന്നേരം പറഞ്ഞല്ലോ. പക്ഷെ വിശ്വാസം ഇല്ലാതെ ദൈവം എനിക്ക് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ദൈവം തന്ന കുഞ്ഞാത്. അപ്പൊ ഇവളെ മാത്രം 5-ാം മാസവും 6-ാം മാസവും എടുക്കേണ്ടി വന്നില്ല. 7-ാം മാസം ആയപ്പോ പെട്ടെന്ന് എനിക്ക് BP ഷുഗറും ഹൈ ആവുകയും ഒരു ഇൻസുലിൻ ഫുള്ളായിരുന്നു. ഇൻസുലിന്റെ ആ സിറിഞ്ച് ഫുള്ളായിരുന്നു എനിക്ക് വെച്ചോണ്ടിരുന്ന 3 നേരം. അപ്പൊ ഇഞ്ചക്ഷന് നിൽക്കാതായി. ഇൻസുലിന് നിൽക്കാതായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇനി കുഞ്ഞിനെ എടുക്കേ നിവർത്തിയുള്ളൂ. പെട്ടെന്ന് കുഞ്ഞിന് അനക്കം കുറഞ്ഞു. അനക്കം കുറഞ്ഞതിനെ തുടർന്ന് അവര് ട്രീറ്റ്മെന്റ് ചെയ്തപ്പം വീണ്ടും കുഞ്ഞിന് അനക്കമായെങ്കിലും ഇവൾക്ക് പിന്നെ പുറത്തേക്ക് വരാനൊരു ടെൻഡൻസി മൂത്ത് എൻ്റെ ലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് ആ സ്റ്റിച്ച് വിട്ട് മൂത്ത മോളെ എടുത്ത് ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ച് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ ആ സ്റ്റിച്ച് വിണ്ട് കൊച്ചു വന്ന് ബാറായി പോവുകയും പെട്ടെന്ന് ഇവളെ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും 7-ാം മാസം ഇവളെ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ പിന്നെ ഞാൻ കാണുന്നത് 19-ാമത്തെ ദിവസമാണ്. അവള് വെന്റിലേറ്ററിലായിരുന്നു. അന്നേരവും ഞാൻ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്ന പാട്ട് ഇത് തന്നെ. അന്നേരം എൻ്റെ വിശ്വാസം മുഴുവൻ ഈ പാട്ടിലായിരുന്നു. ക്രിസ്തുവിലാണെങ്കിലും ഈ പാട്ടായിരുന്നു എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ പപ്പേനെയൊക്കെ വിളിച്ചു ചോദിച്ചു, കുഞ്ഞ് പോയോ, കുഞ്ഞില്ലേ? ആരും എന്നോടൊന്നും മറുപടി പറയുന്നില്ല. കുഞ്ഞുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല, കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് പറയുന്നില്ല. കുട്ടികളുടെ ഡോക്ടർ വരുമ്പോൾ ഞാൻ ഡോക്ടറിനെ പിടിച്ചു നിർത്തി ചോദിക്കും. അപ്പൊ ഡോക്ടർ പറയും കുഴപ്പമില്ല പറയാം എന്ന് പറയും. ഇവരോട് പറഞ്ഞു പ്രതീക്ഷിക്കേണ്ട, പുറത്ത് NICUവിന്റെ പുറത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു കുഞ്ഞിനെ പ്രതീക്ഷിക്കേണ്ട, കിട്ടത്തില്ല. അവള് വെന്റിലേറ്ററിലാണ്, വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് അവൾ ഓക്സിജൻ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് അവളെ കിട്ടൂല, നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട, പിന്നെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ ഫലം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 19-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് പാല് കൊടുക്കാം എന്ന് പറഞ്ഞു. അന്നേരമാണ് ഞാൻ ഈ പാട്ടിൽ വിശ്വസിച്ചതിന്റെ ഫലം എൻ്റെ ദൈവം എനിക്ക് തന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവള് ഹാർട്ട് പേഷ്യന്റ് ആണ്. എനിക്കിപ്പം മൂത്ത മോൾക്ക് ട്രീറ്റ്മെന്റ്, ഇളയ മോൾക്ക് ട്രീറ്റ്മെന്റ് എല്ലാം കൂടി ആകുമ്പോൾ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേ എൻ്റെ വീട്ടുകാരും പെട്ടെന്ന് ഡൗൺ ആയി. കാരണം എല്ലാരെയും കൂടി ഇവർക്ക് ചികിത്സിക്കാനുള്ള ഫണ്ട് അവരുടെ കയ്യിലില്ല. അപ്പൊ അവര് പറഞ്ഞു ഇവക്കുണ്ടാകുന്ന എല്ലാം എന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം തന്നതല്ലേ, ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാൻ അവളെ 19-ാമത്തെ ദിവസം എൻ്റെ കൈകളിൽ ഞാൻ വാങ്ങുമ്പോൾ ഒരു തവളക്കുഞ്ഞിനെ കയ്യിൽ കമത്തി കിടത്തിയിട്ട് കൊണ്ടുവരുന്ന എന്തോരം ഉണ്ട്, അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ്. തലയുണ്ട്, ചെറിയൊരു ഉടലുണ്ട്, കാല് രണ്ടും ഇങ്ങനെ കിടന്ന് ആടുന്നു. അപ്പൊ കമത്തിയാണ് സിസ്റ്റർ കൈ പിടിച്ചോണ്ട് വരുന്നത്. എൻ്റെ കയ്യിലേക്ക് കൊണ്ട് ദോശ മറിക്കുന്ന പോലെ ഒരൊറ്റ മറിക്കല് കൊച്ചിനെ. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് മനുഷ്യനല്ലേ, കുഞ്ഞല്ലേ എന്ന് ഞാൻ വിചാരിച്ച അതിശയത്തോടെ ഞാൻ കുഞ്ഞിനെ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് തന്നെയാണത്. പക്ഷെ അവൾക്ക് വളർച്ച ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ഫുഡൊന്നും കഴിക്കത്തില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിന് വളർച്ച തീരെ കുറവായിരുന്നു. അപ്പൊ അവളെ കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും അവളെ ICUവിലേക്ക് മാറ്റി. ICUവിൽ ഞാൻ 15 ദിവസം ICUവിൽ ഓപ്പറേഷൻ ചെയ്തെടുത്ത് ഞാൻ 15 ദിവസം ICUവിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കാൻ അവിടെ അനുവദിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ 15 ദിവസം ICUവിൽ ഇരുന്നു. പ്രസവിക്കേണ്ട ഡേറ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി കുഞ്ഞിനെയും കൊണ്ട്. എന്നിട്ട് 3 മാസത്തിന് ശേഷമാണ് അവളെ ഞാൻ കുളിപ്പിക്കാനായിട്ട് ഡോക്ടർ എനിക്ക് പെർമിഷൻ തന്നത്. അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കത്തില്ലായിരുന്നു. ഒന്നാമത് ഇവൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഇവളെ കുളിപ്പിക്കാൻ പാടില്ല, 3 മാസം കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. 3-ാം മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു കുളിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 3 മാസം കഴിഞ്ഞ്
90 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നെ വീണ്ടും അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി എത്തിച്ചു. അവിടെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞ് ഈ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ മൂത്ത മോള് പഠിക്കുന്നതായതുകൊണ്ട് തന്നെ അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പൈസ എല്ലാം സ്വരുക്കൂട്ടി ഇവൾക്ക് എന്തെങ്കിലും ഒരു മുതൽ മേടിക്കാൻ അവള് കൂട്ടി വെച്ചിരുന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് അവള് മറ്റുള്ളവർക്കെല്ലാം സഹായം ചെയ്യും. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം അവൾക്ക്, ഞാനിപ്പോൾ ഒരു ഉടുപ്പ് മേടിച്ചോടിന്ന് പറഞ്ഞ് ഉടുപ്പ് മേടിക്കാനായിട്ട് എങ്ങാനും എൻ്റെ വീട്ടുകാർ ഒരു 500 രൂപ കൊടുത്തിട്ടുണ്ട്. അത് കൊച്ച് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു സ്വഭാവം അവൾക്ക്. അപ്പം അവളിങ്ങനെ മാറ്റി വെച്ച് അവൾക്കായിട്ടൊന്നും അവൾ മുതൽക്കൂട്ടാക്കാതെ അവൾ ആ കുഞ്ഞിന് വേണ്ടി മാറ്റി വെച്ച്, വരാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി അവള് മാറ്റി വെച്ചിട്ട് അവൾ ആ പൈസ എടുക്കാതിരുന്നു. 10ാം ക്ലാസ്സിൽ എൻ്റെ മോള് പരീക്ഷ എഴുതുന്ന സമയത്താണ് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്നത്. ആ സമയത്ത് പുള്ളി വന്നിട്ട് എന്നോട് ഇവളുടെ അടുത്ത് പൈസ കണ്ടോണ്ട് ചോദിച്ചു, നിന്റെ അടുത്ത് നിന്ന് ഒരു 500 രൂപ തരാൻ പറഞ്ഞു. അവൾ 500 രൂപ കൊടുത്തു. 500 രൂപ കൊടുത്തു കഴിഞ്ഞ് അതുകൊണ്ട് പോയി കുപ്പി മേടിച്ചോണ്ട് വന്ന് കുടിയും കഴിഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവള് പറഞ്ഞു, അമ്മേനെ ഇനി ഉപദ്രവിക്കരുത്, അമ്മേനെ ഉപദ്രവിക്കാനാണെങ്കിൽ കുടിക്കരുത് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അവളോട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെയും പൈസ ചോദിച്ചു. അവള് പറഞ്ഞു, ഇനി എൻ്റെ അടുത്ത് പൈസ ഇല്ല, 100 രൂപ വേണേൽ തരാമെന്ന് പറഞ്ഞു. അവള് 100 രൂപ കൊടുത്തു. ആ 100 രൂപ കൊടുത്ത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞുമാവേനെ അവൾ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവളോട് പറഞ്ഞു, കുഞ്ഞിനെ അവിടെ ഇരുത്താൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, എന്തിനാന്ന് ചോദിച്ചു. ഇരുത്താനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. അവൾക്കൊട്ട് ഒരടി കൊടുത്തു. അവൾ ആ അടിയും മേടിച്ച് അവള് പരിക്കകത്തേക്ക് പോയി. അത് കഴിഞ്ഞ് പുള്ളി പോയി വീണ്ടും കുപ്പി മേടിച്ചോണ്ട് വന്ന് കുടിയും കഴിഞ്ഞ് തിണ്ണയിൽ ഇങ്ങനെ കസേര ഇട്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ കുഞ്ഞത് മെല്ലെ ഇഴഞ്ഞ് വലിയുന്ന പ്രായം. അപ്പൊ അവള് ഇഴഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ഒരൊറ്റ ഏറ് കസേരയുടെ അടിയിലേക്ക്, ഇവള് പഠിച്ചോണ്ടിരുന്ന കസേരയുടെ അടിയിലേക്കാണ് കുഞ്ഞ് എന്ന് വീഴുന്നത്. ഇവള് കൊച്ചിനെ എടുത്ത് നോക്കുമ്പോൾ കൊച്ചിന്റെ നാവെല്ലാം എന്തോ ഒരു കളർ മാറിയിട്ട് കൊച്ച് അനങ്ങുന്നില്ല, വാ ഒളിച്ചപടി ഇരിക്കുന്നു. ഇവൾക്ക് പെട്ടെന്ന് ഇവള് വയലന്റ് ആയി അപ്പനും മോളുമായിട്ട് അങ്ങ് കോർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളെ എടുത്തിട്ട് അങ്ങ് അടിച്ച് തലയുടെ ഒരു സൈഡിന്റെ ഇഷ്ടിക വെച്ച് കുഞ്ഞിനെ ഇടിച്ചപ്പോഴത്തേക്ക് ഇവള് കാറിക്കൊണ്ട് ഇറങ്ങി അടുക്കള വശത്തേക്ക് പോയപ്പോഴത്തേക്കും ഞാൻ പിടിച്ചിട്ടൊന്നും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഒരു കയ്യിൽ എൻ്റെ കുഞ്ഞു ഒരു കയ്യിൽ ഇവര്. അങ്ങനെ ഇവളിറങ്ങി ഓടിയ ഓട്ടത്തിന് അടുക്കള വശത്ത് കൊച്ച് വീണു കഴിഞ്ഞ് പിന്നെ അവൾ അബോധാവസ്ഥയിലായി. ആ സമയത്ത് എന്നാ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നിലവിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എന്റെയും കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടോണ്ട് ഓടി ചേട്ടന്റെ ഭാര്യയും തൊട്ടടുത്ത അയൽവാസി ഒരു ചേച്ചിയും ഒരു പെൺകൊച്ചും കൂടി കയറി വന്നപ്പം മൂത്ത മോള് ശരീരമെല്ലാം വിറങ്ങലിച്ചൊരവസ്ഥയിൽ അനക്കമില്ലാതെ തൊണ്ടയിൽ ഒരു മൂളിച്ച മാത്രമേ അവൾക്കുള്ളൂ അന്നേരം. അപ്പൊ ഇതെന്നാടാ നീ കാണിച്ചതെന്ന് ചോദിച്ചു. ഞാനൊന്നും കാണിച്ചില്ല എന്ന് പറഞ്ഞു. അവരന്നേരം കൊച്ചിനെ ഇവർ രണ്ടുപേരും കൂടി വലിച്ച് എടുത്ത് കൊണ്ടുപോയി കട്ടിലേൽ ഇങ്ങനെ കിടത്തി, കട്ടിലേലല്ല തിണ്ണെ കിടത്തി. തിണ്ണേന്ന് അയാൾ വലിച്ചെടുത്ത് കൊണ്ട് കട്ടിലേ കൊണ്ടിട്ടു. അപ്പോഴത്തേക്കും ഒരു ചേട്ടൻ BP-യുടെ ഇത് നോക്കാന്ന് പറഞ്ഞ ചേട്ടൻ അവിടുന്ന് BP മെഷീനൊക്കെ എടുത്ത് അടുത്ത വീട്ടിൽ നിന്ന് ഓടി വന്നു. ഇവര് വിളിച്ചു പറഞ്ഞിട്ട് അവരെ തെറി പറഞ്ഞ് ഓടിച്ചു, ഇവരെയും തെറി പറഞ്ഞ് ഓടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് തന്നെ എൻ്റെ ചേട്ടന്റെ ഭാര്യയും അടുത്ത അയൽവാസി ചേച്ചിയും കൂടി പെട്ടെന്ന് മെമ്പറിനെ വിവരം അറിയിച്ചു. മെമ്പർ ഒരു സ്ത്രീയാ. അപ്പൊ മെമ്പറിനെ വിവരം അറിയിച്ചു. മെമ്പർ ഓടി. മെമ്പറും ഭർത്താവും വേറെ കുറച്ച് പേരെയും കൂടി അപ്പത്തേക്ക് ചുറ്റുവട്ടത്തുള്ളവരെല്ലാം കൂട്ടി മെമ്പർ ഓടി വന്നു. മെമ്പർ വന്നപ്പോൾ കൊച്ചിനെ പൊന്നു എന്തിയെന്ന് ചോദിച്ചു. പൊന്നു എന്നാണ് അവളെ വിളിക്കുന്നത്. പൊന്നു എന്തിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, പൊന്നു അകത്തുണ്ട്, അവള് ഉറങ്ങുവാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് കൊച്ചിന്റെ കരച്ചിലൊന്നും കേട്ടില്ല, നിങ്ങൾ വെറുതെ പറയുന്നതെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ നോക്കിയപ്പം ആ ചേച്ചി പറഞ്ഞു, എനിക്ക് എന്ത് വന്നാലും വേണ്ടില്ല, എനിക്കിന്ന് പൊന്നുവിനെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ചേച്ചി ധൈര്യം സംഭരിച്ച് അന്ന് ആ ചേച്ചി ദൈവദൂതനെ പോലെ ദൈവം അയച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി. ചേച്ചി ധൈര്യത്തോടെ നീ എന്നാ ചെയ്താലും വേണ്ടില്ല, ഞാൻ ഇന്ന് കൊച്ചിനെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നാട്ടുകാർക്കെല്ലാം അവളൊരു കണ്ണിലുണ്ടിയാ അവരുടെ. അപ്പൊ അവൾ അതേപോലെ എല്ലാരോടും ബിഹേവ് ചെയ്യുന്നു. അപ്പൊ അവര് കൊച്ചിനെ കണ്ടിട്ടേ പോകുള്ളെന്നും പറഞ്ഞു കൊച്ചിന്റെ അടുത്തേക്ക് കയറി വന്നപ്പം ഞാനാണെങ്കിൽ പകുതി ഡ്രസ്സ് എനിക്കുള്ളൂ. അന്ന് മൊത്തം വലിച്ചു കീറി ഡ്രസ്സെല്ലാം ഒന്നുമില്ല, ഞാനെല്ലാം കൂടി വാരി പൊത്തി പിടിച്ചേക്കുക. അപ്പൊ ചേച്ചി എന്നോട് ചോദിച്ചു, ഇതെന്നതാ ഇങ്ങനെ നീ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എന്റെ കൊച്ചു പോയി എന്നും പറഞ്ഞാൽ ഞാൻ കരയുന്നത്. അപ്പൊ ചേച്ചി പെട്ടെന്ന് കൊച്ചിനെ തൊട്ട് നോക്കിയപ്പോ ചേച്ചി പെട്ടെന്ന് സ്തംഭിച്ചിങ്ങനെ നിന്നു. എന്നിട്ട് പെട്ടെന്ന് കൊച്ചിന്റെ കൈയിന്റെ വോക്കൽ പിടിച്ചു നോക്കുമ്പോ അവിടെ ചെറിയൊരു തുടിപ്പുണ്ടെന്ന് തോന്നുന്നു. ചേച്ചി അന്നേരം തന്നെ പുറത്ത് നിന്നവരെ മാറ്റി നിർത്തിയിട്ടാണ് ചേച്ചി അകത്തേക്ക് കയറി വന്നത്.
മാറ്റി നിർത്തി അവരെ വേഗം വിളിച്ചിട്ട് പറഞ്ഞു വേഗം വാ കൊച്ചിനെ എടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. കൊച്ചിനെ എടുത്തോണ്ട് വാതിലിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളി തടഞ്ഞു, വാക്കത്തിയായിട്ട് ഇവരുടെ നേരെ. അപ്പൊ ഒരാൾ പിടിച്ച പുള്ളിനെ തള്ളിയ കസേരയിലേക്ക് ഇട്ടിട്ട് കൊച്ചിനെ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം ഓടി. ഓടുക എന്ന് പറഞ്ഞ ഒരു 100 മീറ്റർ അപ്പുറത്ത് പോകണം, ഞങ്ങൾക്ക് വണ്ടി ഒക്കെ വരാൻ സൗകര്യമുള്ളത്. അപ്പൊ വണ്ടിയൊക്കെ വരണമെങ്കിൽ കൊച്ചിനെ കൊണ്ട് എടുത്തിട്ട് ഇറങ്ങി ഓടുകയും. എന്നോട് പറഞ്ഞു നീ ഡ്രസ്സ് മാറിയിട്ട് നീ പുറകെ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇവര് കുഞ്ഞിനെയും കൊണ്ട് സ്ഥലം വിട്ടു. അപ്പൊ ഇവര് പകുതി വഴിക്ക് എത്തിയപ്പോഴത്തേക്കും കുഞ്ഞ് ഇവരുടെ മേത്ത് യൂറിൻ യൂസ് ചെയ്യാൻ തുടങ്ങി. യൂറിൻ യൂസ് ചെയ്തു. ഇവളുടെ ആ തൊണ്ടക്കുഴിയിലുണ്ടായിരുന്ന ആ എക്കിള് പോലത്തെ ആ ശബ്ദവും നിലച്ചു. കുഞ്ഞിന്റെ പകുതി കണ്ണ് തുറന്നിരിപ്പുണ്ട്. മരിച്ചതിന് തുല്യമായി. അവര് പറഞ്ഞു പൊന്നു പോയെന്നാ തോന്നുന്നതെന്ന് എന്റെ ചേട്ടന്റെ ഭാര്യയോട് വിളിച്ചു പറയുന്നത് ഞാൻ അടുത്ത് നിന്ന് കേട്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് കൊച്ചിനെ ആംബുലൻസിൽ ഇവരെന്നെ വാരി അടുത്ത വണ്ടിക്ക് എടുത്തിട്ട് കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോ കൊച്ചിനെ ഇങ്ങനെ ഒരു തുണി പതപ്പിച്ചിട്ടുണ്ട്. കൊച്ചിന്റെ കണ്ണ് പകുതി തുറന്നിരിപ്പുണ്ട്. ഒരനക്കമൊന്നുമില്ല. ചുണ്ടെല്ലാം വിളറിയിരിക്കുന്നു. കാലിൽ ഇങ്ങനെ ഞാനൊന്ന് തൊട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. തൊട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ കുഞ്ഞ് മരിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാ എന്ന് കരുതി ഞാൻ ഒന്ന് കരഞ്ഞത് വിളിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ തലശ്ശേരി കണ്ണൂര് ജില്ലാ ആശുപത്രിയില. അവിടെ കൊണ്ടുവന്ന് അവരന്നേരം കൊച്ചിനെ ICUവിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അവിടെ രണ്ടാമത്തെ ദിവസം അവര് MRI ഒക്കെ ചെയ്തിട്ടാണ് അകത്തേക്ക് മാറ്റുന്നത്. അന്നേരം അവര് പറഞ്ഞു തലച്ചോറിലേക്കുള്ള ഒരു ഞരമ്പ് കുഞ്ഞിന് ബ്ലോക്ക് ആവുകയും അവളുടെ BP ലോ ആകുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ ഓപ്പറേഷൻ ചെയ്യണ വലിയൊരു എമൗണ്ട് അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ എനിക്ക് ഈ 2 കുഞ്ഞുങ്ങളല്ലാതെ വേറെ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. ഈ വിവരം അപ്പത്തേക്കും മെമ്പർ ചൈൽഡ് ലൈൻ ഓഫീസിലേക്ക് അറിയിച്ചു. അവര് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വന്ന് സ്വമേധയാ കേസ് എടുക്കുകയും ഞങ്ങളോട് ചോദിച്ചു കേസായിട്ട് ഞങ്ങൾ കേസ് കൊടുക്കണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം കുഞ്ഞുങ്ങളുടെ അന്നേരവും എനിക്ക് പശ്ചാത്താപം മനസ്താപം എന്നെ സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേണ്ട, കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ സ്വമേധയാ കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിന്റെ ഈ വിഷയത്തില് സ്വമേധയാ കേസ് എടുക്കുക, പുള്ളിനെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് തോന്നി ഇനി ഞാൻ അങ്ങോട്ട് ചെന്നാൽ ശരിയാവത്തില്ല. ഇനി ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 ആളെയും കൊല്ലത്തേ ഉള്ളൂ. അതിലും ഭേദം പോകാതിരിക്കാം എന്ന് കരുതി ഞാൻ 3 വർഷത്തോളം എൻ്റെ വീട്ടില് ആശ്രയിച്ച് ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദേവദാസനുമായിട്ട് ഞാനിങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ദേവദാസൻ എന്നോട് പറഞ്ഞു എറണാകുളത്ത് ഒരു ജോലിയുണ്ട്, വരുവാണെങ്കിൽ അവിടെ ജോലിക്ക് പോകാം. അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് ഞാനും എൻ്റെ ഇളയ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കത്തക്ക വിധത്തിൽ ഒരു ജോലിക്കായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. പക്ഷെ അവിടെ ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ജോലിക്ക് ഇറങ്ങിയത് തന്നെ. പിന്നെ അതുപോലെ തന്നെ എന്നാ പറയണ്ടേ, ഈ മൂത്ത മോൾക്ക് +2 ഇപ്പൊ എഴുതുന്നെന്ന് പറഞ്ഞാൽ അവള് 10ാം ക്ലാസ്സിൽ പാസ്സാകുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഡോക്ടർ പറഞ്ഞു സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഒന്നും പഠിക്കാൻ അനുവദിക്കരുത്, 9 മണി കഴിഞ്ഞാൽ അവളെ ഇരുത്തരുത്, ഉറക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയാൽ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ അവൾക്ക് ബോധം തെളിയത്തുള്ളൂ. അവളുടെ ആ ഞരമ്പ് ചൂടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞിന്റെ ഭാവി 10ാം ക്ലാസ്സോട് കൂടി അവസാനിച്ചു. അവളൊരു ഡോക്ടറോ നേഴ്സോ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവള് ഈ ഒരു പഠിത്തത്തിൽ മുന്നിട്ട് നിന്നത് തന്നെ. കാരണം ഈ ഒരു നരകത്തിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി കിട്ടി എൻ്റെ അമ്മേനെയും അനിയത്തിനെയും രക്ഷപ്പെടുത്തി എടുക്കണം, ആ ഒരു ചിന്തയിലാണ് അവൾ ചെറുപ്പം തൊട്ടേ വളർന്നു വന്നത്. അങ്ങനെ അവൾ 10ാം ക്ലാസ്സിൽ തോറ്റു പോകത്തേ ഉള്ളൂ എന്ന് കരുതി ഇരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്തെങ്കിലും ഒരു വഴി എൻ്റെ കുഞ്ഞിനെ അവള് അതിനു മുമ്പ് പഠിച്ചതെല്ലാം ഓർമ്മയുണ്ട്. ഈ സംഭവത്തിന് മുമ്പ് പഠിച്ചതെല്ലാം അവളുടെ മെമ്മറിയിൽ അപ്പോഴും ഉണ്ട്. അതിനുശേഷം പഠിപ്പിക്കുന്ന ഒന്നും അവൾക്ക് മെമ്മറി കയറുന്നില്ല, തലയിൽ കയറുന്നില്ല. അങ്ങനെ ആ ഒരു മെമ്മറി ഓർത്തിട്ട് കൊച്ചു 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. പഠിക്കാനൊന്നും ഞാൻ അധികം സ്ട്രെയിൻ ചെയ്തില്ല. അവള് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. കൊച്ചു പാസ്സായി. ഒരു വിഷയത്തിന് പോലും തോക്കാതെ എല്ലാ വിഷയത്തിനും പാസ്സായി, ജസ്റ്റ് പാസ്സായി. +2 അവൾക്ക് അവള് പഠിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി.
അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷനിൽ അവള് +2 അവൾക്ക് സയൻസ് എടുക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിലും മാർക്കിന്റെ കുറവ് മൂലം അവള് പറഞ്ഞു സയൻസ് എടുത്താലും എൻ്റെ അമ്മയ്ക്ക് പഠിപ്പിക്കാനുള്ള ആസ്തിയില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അവള് ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസിന് +1 80% മാർക്ക് എൻ്റെ മോൾക്ക് മേടിക്കാനിടയായി. മെഡിസിൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എൻ്റെ ദൈവം അവളെ കരുതി. അതുകൊണ്ട് 80% മാർക്കോട് കൂടി എൻ്റെ കുഞ്ഞ് +1 പാസ്സായി. ഇപ്പൊ +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് നേഴ്സിംഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നേഴ്സിംഗിന്റെ ഒരു ഇതിലേക്ക് ഞാനിപ്പം NMA എടുക്കാനൊക്കത്തുള്ളെങ്കിലും അത് എടുപ്പിക്കാം, എങ്ങനെയും അവളെ പഠിപ്പിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ചെറിയ മോക്കും മെഡിസിൻ ഉണ്ടെങ്കിലും ഇപ്പൊ അവൾക്ക് മെഡിസിൻ നിർത്തി വെച്ചിട്ടാണ്, കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ച് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ പേരില്. കാരണം ഞാനിപ്പോ സ്നാനപ്പെട്ടിട്ട് ഡിസംബർ 24-ാം തീയതിയാണ് 2025 ഡിസംബർ 24-ാം തീയതിയാണ് സ്നാനം. ചർച്ചിലേക്ക് ഞാൻ വരുമ്പം എനിക്ക് ഇവർ ഈ കൈ കൊട്ടുകയോ ഒച്ചയിടുകയോ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കും. ഇതെന്നതാ ഇതുങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നേ, അയ്യോ എനിക്ക് പേടിയാകുന്നുണ്ട്, ഇറങ്ങി പോകാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് സത്യത്തില്. 2-ാമത്തെ ആഴ്ച ഞാൻ ചർച്ചിൽ ചെന്നപ്പം എനിക്ക് പിന്നെ പാടാനുള്ള ഒരു ടെൻഡൻസി വന്നു. അപ്പം ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. 3-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും സങ്കീർത്തന പ്രബോധത്തിന് വായിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 3-ാമത്തെ ആഴ്ച ഞാൻ സങ്കീർത്തന പ്രബോധത്തിനുള്ള വേദഭാഗം വായിച്ചു കൊടുക്കാൻ ഞാൻ തുടങ്ങി. അങ്ങനെ പിന്നീടായപ്പോഴത്തേക്ക് ഉപവാസം എന്നാന്ന് പോലും അറിയത്തില്ലാത്ത ആളായിരുന്നു ഞാൻ. ഉപവാസം എന്ന് കേട്ടിട്ടുണ്ട്, എങ്ങനെയാ ഉപവാസം എടുക്കണ്ടേന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ 3-ാമത്തെ ആഴ്ച ഞാൻ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ 3 ദിവസമാണ് ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന. ആദ്യത്തെ 1 ദിവസം എടുത്തു, 2-ാമത്തെ ദിവസം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി, ഞാൻ ഫുഡ് കഴിച്ചു. വീണ്ടും അടുത്ത നെക്സ്റ്റ് മാസം വന്നപ്പം എനിക്ക് വീണ്ടും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വന്നു. ആ സമയത്ത് ഞാൻ 2 ദിവസം എടുത്തു. അന്നേരം 3-ാമത്തെ ദിവസം എന്നെ എടുക്കാൻ സാത്താൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ ദിവസം അതും കഴിഞ്ഞ് പിന്നീട് 3-ാമത്തെ മാസം എൻ്റെ സ്നാനം വരുന്നു. 3-ാമത്തെ മാസം സ്നാനപ്പെടേണ്ടത് കൊണ്ട് 3 ദിവസം ഞാൻ ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം അന്ന് എനിക്ക് ദൈവം പ്രവചനവരം എന്നൊരു വരം തന്ന് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് 2025 ഡിസംബർ 24-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഇളയ കുഞ്ഞിനെ ഞാൻ കൊണ്ട് അവളെ കാണിക്കേണ്ട ദിവസമാണ്. 3.5 വയസ്സിൽ അവൾക്ക് ട്രീറ്റ്മെന്റ് മസ്റ്റായിട്ട് പറഞ്ഞു. അവര് ട്രീറ്റ്മെന്റ് ഇല്ലാതെ അവൾക്ക് കുറയില്ല. കാരണം കുഞ്ഞ് സാധാരണ ഹാർട്ടിന് ഹോൾസ് ഉള്ള പിള്ളേർ കരയുമ്പം അടയും എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ ഇവള് കരയുമ്പം ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യുക. അതുകൊണ്ട് അവർ പറഞ്ഞു ശ്രീചിത്രയിലേക്ക് ലെറ്റർ തരാം, നിങ്ങൾ അവിടെ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ 3.5 വയസ്സിൽ ഇവൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ്. എന്നാൽ എൻ്റെ കർത്താവ് വലിയവനായതുകൊണ്ട് അതൊന്നും വേണ്ട, ദൈവത്തിന് എൻ്റെ അവസ്ഥകൾ അറിയാവുന്നതുകൊണ്ട് എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഡോക്ടർമാര്, ഞാൻ ഇവിടത്തെ ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പം ഞാൻ അവിടെ എൻ്റെ നാത്തൂൻ്റെ പ്രസവത്തെ തുടർന്ന് ഞാൻ അവിടെ പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പം ഞാൻ അവളെ കാണിച്ചേക്കാന്ന് കരുതി കാണിച്ചപ്പം ഡോക്ടർ ചോദിച്ചു, ഈ കുഞ്ഞിനിങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. എക്കോ സ്കാൻ ചെയ്തപ്പം എന്നോട് ചോദിച്ചു, ഈ കുഞ്ഞിനിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഡീറ്റെയിൽസ് ഇവളുണ്ടായപ്പോൾ തൊട്ടുള്ള സകല ഡീറ്റെയിൽസും കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് ആ കുഞ്ഞിന് അങ്ങനത്തെ ഒരു അസുഖമേ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം വലിയവനായതുകൊണ്ട് ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം അവിടെ നടന്നു. കാരണം വിശ്വാസം എന്നത് എനിക്ക് എന്താണെന്നും അറിയത്തില്ല, വിശ്വാസ ജീവിതവും അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, സത്യവേദ പുസ്തകം എടുത്ത് തീ കത്തിച്ച ആളാ ഞാന്. അങ്ങനെ ഒരാളെ ദൈവം ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ ഇന്നിപ്പോ എൻ്റെ മക്കൾക്കോ എനിക്കോ മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ തമ്പുരാൻ ഒരാളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ ലഭിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞിന്റെ നേഴ്സിംഗിന്റെ പഠനം അതും തമ്പുരാൻ എനിക്ക് വഴി തുറന്നു തരും. അത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പം എൻ്റെ ദൈവം മാത്രമാണ് എൻ്റെ ഏക ആശ്രയം, എൻ്റെ കൂട്ടും. എൻ്റെ മക്കളെ
എനിക്ക് എന്റേതെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ദൈവം എനിക്ക് ദാനം തന്ന എൻ്റെ കുഞ്ഞുങ്ങള്. അവരുടെ കാര്യങ്ങളും ദൈവം ഭംഗിയായിട്ട് നടത്തും. ഡോക്ടർ അന്ന് പറഞ്ഞു നമുക്കൊരു കുറച്ച് നാളത്തേക്ക് മരുന്ന് വേണ്ടെന്ന് വെക്കാം. കാരണം ഇപ്പൊ ഒക്കെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സ്നാനപ്പെടുന്ന അന്ന് വരെയും കുഞ്ഞ് കമന്ന് കിടന്നേ ഉറങ്ങുള്ളായിരുന്നു. എന്നാൽ എൻ്റെ സ്നാനത്തോടു കൂടി എൻ്റെ കുടുംബത്തില് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം മാറ്റം. അതിലുപരി എൻ്റെ ആങ്ങളയുടെ കുഞ്ഞ് സംസാരിക്കത്തില്ലായിരുന്നു. എൻ്റെ ആങ്ങളയുടെ കുഞ്ഞ് സംസാരിക്കാതിരുന്നപ്പോൾ ഞാൻ വല്ലാണ്ട് വേദനിച്ചു. അവളൊന്ന് സംസാരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. പെൺകുഞ്ഞാണ്. അങ്ങനെ അതിനെ തുടർന്ന് അവക്കിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. അവള് സംസാരിക്കാതായപ്പം വെറും ആക്ഷൻ മാത്രമായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്നത്. അന്ന് എന്നോട് വന്നേ പാസ്റ്റർ പറഞ്ഞു, രാജൻ സാമുവൽ എന്ന് പറഞ്ഞ പാസ്റ്ററാണ്. പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിന്റെ കെട്ട് ഇവിടെ അഴിക്കുമ്പം നിന്റെ കുടുംബത്തിലെ കെട്ടും ദൈവം അഴിക്കുമെന്ന് പറഞ്ഞു. നിന്റെ കുഞ്ഞിന്റെ നാവിന്റെ കെട്ടും അഴിക്കുമെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അത് സംഭവിച്ചു. ഞാൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ആദ്യം ഞാൻ ഫോൺ എടുത്ത് കോൾ ചെയ്ത് എൻ്റെ അമ്മയെ മോള് സംസാരിച്ചോന്ന് ചോദിച്ചേ. അമ്മ പറഞ്ഞു ആദ്യമായിട്ട് അവൾ ഇന്ന് അമ്മ, പപ്പ, ടാറ്റ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ അവൾ വാ കൂട്ടാതെ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ദൈവം അവളെ എത്തിച്ചു. ദൈവം വിശ്വാസം ഇല്ലാതിരുന്ന ഞാന് ഇന്നിപ്പം ദൈവത്തിന്റെ വലിയൊരു വിശ്വാസിയായി. കാരണം ദൈവം ആരെ കൈവിടത്തില്ല. ദൈവം രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കാതുകൾ മന്ദമായിട്ടുമില്ല. എൻ്റെ നിലവിളി അന്ന് ഞാൻ നിലവിളിച്ചെങ്കിൽ ഇന്ന് എൻ്റെ ദൈവം അതിന് പ്രതിഫലം തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തുടർന്നുള്ള TV പ്രോഗ്രാമിലെ എല്ലാ വിശ്വാസികളോടും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു കാര്യത്തിന്റെ അല്പം പാടാൻ ആഗ്രഹിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ആമേൻ. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവുള്ള സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, ഒരിക്കൽ കൂടി നിന്റെ തിരുസന്നിധിയിലായിരിക്കാൻ അടിയനെ ഇടയാക്കിയ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകാല കർത്താവെ, ഇന്ന് എനിക്ക് കർത്താവെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതും കർത്താവെ ഞാൻ വളർന്നതുമായ എല്ലാ കാര്യങ്ങളും ഒരു സാക്ഷ്യമായി പറയുവാൻ തക്കവണ്ണം കർത്താവെ നീ എന്നെ ഇടയാക്കിയ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് അവസരങ്ങൾ ഒരുക്കി തന്ന കർത്താവെ ആരും ടിവിക്കും ദാനിയൽ പാസ്റ്ററിനെയും സൗമ്യ ചേച്ചിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഇനിയും പാസ്റ്ററിലുള്ള കർത്താവെ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കർത്താവെ ഒരുപാട് പേരുടെ ജീവിത മാനസാന്തരത്തിന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ കർത്താവെ ദൈവത്തിന്റെ വലിയൊരു കാര്യം പ്രവർത്തിച്ചുവെങ്കിൽ കർത്താവെ ഇതുപോലെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. കർത്താവെ അവരുടെ എല്ലാം മേളിൽ കർത്താവെ നിന്റെ ഒരു വലിയ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവെ അവർക്ക് വേണ്ടുന്ന ആവശ്യകരമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് കർത്താവെ അനേകര സാക്ഷികളായി കർത്താവ് ഈ ചാനലിലൂടെ വരുവാൻ നീ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നിന്റെ ദേവദാസനെ അവിടെ നിന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് കർത്താവെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സാമ്പത്തിക മേഖലകളെല്ലാം തുറക്കണം കർത്താവ്. ഇതിനായി ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും കർത്താവെ. അതെല്ലാം കർത്താവെ നീ അവിടെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചന കേട്ടിരിക്കുക. സ്തോത്രം. സർവ്വവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആമേൻ.
താങ്ക് യു പ്രിയ പ്രിൻസി സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രിൻസി സിസ്റ്ററിന്റെ ജീവിതത്തില് അനുഭവിച്ച, അഭിമുഖീകരിച്ച ആ ജീവിത പാതയിലൂടെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുവാൻ ഈ അവസരം ഇടയായി തീർന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് കൂടുതൽ കരുതലും ഉത്തരവാദിത്വവും സ്നേഹവും സംരക്ഷണയും ഒക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുഭവിക്കുവാൻ വേണ്ടി മാതാപിതാക്കന്മാര് ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെ ഭരമേൽപ്പിക്കുക, അതാണ് സാധാരണ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ അതിന് വിരോധമായിട്ട്, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ജീവിത പങ്കാളി ജീവിതത്തില് ഒരു ശത്രുവിനെ പോലെ, ഒരു എതിരാളിയെ പോലെ പ്രതികാര മനോഭാവത്തോടുകൂടി ജീവിതത്തെ കാണുകയും ആ നിലയിൽ ജീവിതം തകർത്തെറിയുകയും ചെയ്ത അനുഭവങ്ങളിലൂടെ സഹോദരി പ്രിൻസിയുടെ ജീവിതം പിച്ചു ചീന്തപ്പെട്ടതായ അനുഭവങ്ങളാണ് ആ കുടുംബജീവിതം അല്ലെ ആ വിവാഹ ജീവിതം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അദ്ദേഹത്തിൽ ഉണ്ടായതായ കുഞ്ഞുങ്ങളെ, ഒന്നിലധികം കുഞ്ഞുങ്ങളെ അദ്ദേഹം തന്നെ വയറിൽ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. ജനിച്ചതായ 2 കുഞ്ഞുങ്ങളെയും അതിക്രൂരമായിട്ട് അദ്ദേഹം ഉപദ്രവിച്ചു. ആ കുഞ്ഞുങ്ങളുടെ മാതാവ് എന്ന നിലയിൽ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി എത്രത്തോളം ത്യാഗം സഹിച്ചു, എത്രത്തോളം വില കൊടുത്തു, അതാണ് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നതെന്ന് കേൾക്കാൻ കഴിഞ്ഞു. വളരെ വേദനകൾ നിറഞ്ഞ കണ്ണുനീരിന്റെ ദിനരാത്രങ്ങൾ പിന്നിട്ടപ്പോൾ കണ്ണുനീരിനെ മറികടക്കാത്ത കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഏറ്റവും ഒടുവിൽ അവസരം ലഭിച്ചു. ആ കർത്താവിന്റെ സ്നേഹത്താൽ, ആ കർത്താവിന്റെ ആശ്വാസവാക്കിനാലും വചനത്താലും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടിട്ട് അധികം നാളായില്ല. ചുരുക്കം ചില നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. മാസങ്ങളെന്ന് പോലും പറയാൻ കഴിയാതെ വണ്ണം ഉള്ള ചുരുക്കം ചില നാളുകൾ മാത്രമായിരിക്കുന്ന ഈ സമീപകാലത്ത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ ആത്മീയ സന്തോഷം, ആ ആത്മീയമായ വിടുതല് ഇന്ന് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ പ്രിയ സഹോദരിക്ക് കർത്താവ് കൃപ ചെയ്തല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഇരുവരെയും സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനം വരെ നിലകൊള്ളുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി ജീവിതത്തെ പിച്ചു ചീന്തിയപ്പോൾ, ശത്രുവായവൻ നമ്മളെ തകർത്ത് കളയുമ്പോൾ, തകർന്നിടത്ത് നിന്ന് നമ്മെ പണിതെടുക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന നല്ലൊരു വീണ്ടെടുപ്പുകാരനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ നല്ല വീണ്ടെടുപ്പുകാരന്റെ ആ പാതയെ പിൻപറ്റുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ. അതിനായി ദൈവം വീണ്ടും വഴിവാതിലുകളെ തുറന്നു തരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ തലകളെ ഉയർത്തി നോക്കുമ്പോൾ സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇന്നുമുണ്ട്. പരിഷ്കൃതരായ, വിദ്യാസമ്പന്നരായ നല്ല ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ കേരളത്തില് ജീവിക്കുന്നത് എന്നാണ് പൊതുവെ പുറം ലോകത്തുള്ളവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അവരുടെ അകത്തളങ്ങളിലേക്ക്, അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവം, അവരാര്, എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മദ്യം എന്ന് പറയുന്ന ആ മഹാവിപത്ത്, ആ ലഹരിയുടെ വിപത്ത്
നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഓരോ ദിവസവും അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുക. ആ വലിയ പാതാളത്തിലേക്ക് ജനം ആ മദ്യമെന്ന ആ വായിലൂടെ വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുക. ആ നരകത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ലഹരിക്കടിമയായവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. അത് ആത്മഹത്യയിലേക്കും വിവാഹമോചനത്തിലേക്കും കുടുംബ കലഹത്തിലേക്കും മറ്റു പലവിധമായ ആക്രമണത്തിലേക്കും കൊലപാതകത്തിലേക്കും ജനങ്ങൾ വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ഈ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടിയിട്ട്, സത്യം അറിയേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.